എന്നെ വെറുക്കട്ടെ. അവളുടെ മാമനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനെന്ന് അവൾക്ക് തോന്നട്ടെ. തുളസിയും നമ്മുടെ ആദിമോനും എല്ലാവരും വെറുക്കട്ടെ. ഈ ശപിക്കപ്പെട്ടു. അങ്ങനെ പറയാതെ പ്രസാദേട്ടാ. പ്രസാദേട്ടന് പ്രിയയോടുള്ള സ്നേഹവും അടുപ്പവും എനിക്കറിയാം. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രസാദേട്ടന് എന്തിനും തയ്യാറാവും. ആദ്യേക്കാളും തുളച്ചേക്കാളൊക്കെ മുമ്പേ ഞാൻ അവളെയാ കണ്ടത്, അവളെയാ സ്നേഹിച്ചത്. എനിക്കവള് അനിയത്തി മാത്രമല്ല, ഒരു മകളോടുള്ള വാത്സല്യം കൂടി ഉണ്ട്. എല്ലാം എനിക്കറിയില്ലേ. ആദ്യം തുളസിയും പിരിയുന്നെങ്കിൽ പിരിയട്ടെ. പ്രിയയുടെ ജീവൻ അതുതന്നെയാ നമുക്ക് വലുത്. ഞാനിപ്പോ അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും നടുവില. തുളസി ആദ്യം എന്നെ വെറുക്കുമായിരിക്കും, ശപിക്കുമായിരിക്കും. അതൊന്നും എന്നെ ബാധിക്കില്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. അതേസമയം ഒരു ഇടുത്തി പോലെ ആദ്യം തുളസി അവരുടെ സ്നേഹവും വിവാഹത്തിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പും എല്ലാം കൂടെ ഇങ്ങനെ ഭ്രാന്തി പിടിച്ചോണ്ട് കയറി വരും. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടന്ന മധുവിന്റെ അമ്മ മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ തുളസിമോളുടെ അമ്മ മറ്റാരെങ്കിലും ആയിരുന്ന മതി എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. തുളസിയുടെ അമ്മ പ്രിയല്ലേ പ്രസാദേട്ടാ, അതെങ്ങനെ മറ്റൊരാളാവും? മറ്റാരും ആവില്ല എന്നറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ പ്രസാദേട്ടൻ സത്യം പറയൂ? അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആദ്യം തുളസിയും അകലണമെന്ന് തന്നെയല്ലേ പ്രസാദേട്ടൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്? ഉത്തരവും ഞാൻ തന്നെ പറയാം. അതെ. കാരണം പ്രസാദേട്ടന് വലുത് അനിയത്തിയുടെ ജീവൻ തന്നെയാണ്. അത്രമാത്രം പ്രസാദേട്ടൻ അനിയത്തിയെ സ്നേഹിക്കുന്നു. ആദ്യം ഞാൻ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാ. അതുകൊണ്ട് എനിക്ക് എളുപ്പം മനസ്സിലാവും ആ സ്നേഹത്തിന്റെ ആഴം. പ്രസാദേട്ടൻ വിഷമിക്കണ്ട. എനിക്ക് വലുത് എന്റെ ആദിമോന്റെ ഇഷ്ടവും അവന്റെ ജീവിതവും തന്നെയാ. അവൻ ഇഷ്ടപ്പെട്ട തുളസിയെ വിവാഹം കഴിച്ച് കാണാനാ എനിക്ക് തിടുക്കം. പ്രിയ എന്നെ സംബന്ധിച്ച് എന്റെ ഭർത്താവിന്റെ അനിയത്തി മാത്രമാ. പക്ഷെ പ്രസാദേട്ടന് പ്രിയ വെറൊരു അനിയത്തി മാത്രമല്ലല്ലോ. പ്രസാദേട്ടന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് എന്റെ കടമയും ഉത്തരവാദിത്വമാ. അതുകൊണ്ട് ഞാനുണ്ടാവും പ്രസാദേട്ടന്റെ ഏത് തീരുമാനത്തിനൊപ്പം.
തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. സർ, ഫയൽ സൈൻ ചെയ്തില്ല. ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഈ റെക്കോർഡ്സിൽ പറഞ്ഞുള്ള ഇഷ്യൂസ് വെച്ചിട്ടാണോ കേസ് നടത്തേണ്ടത്? സർ, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അത് ആ റൈറ്റർ പ്രകാശനോട് ഇത് വായിച്ചു നോക്കാൻ പറ. എടുത്തോണ്ട് പോടോ. ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത്? പ്രസാദ് സാറിന്റെ തലയില് 100 കൂട്ടം കാര്യങ്ങളാവില്ലേ? അതിന്റെ ഇടയിൽ ചിലപ്പോ നിന്നെ ശ്രദ്ധിക്കാനായില്ലായിരിക്കും. എത്ര തിരക്കാണെങ്കിലും മാമന് ഞാനും ആദ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. നിങ്ങളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ ഏറ്റവും താല്പര്യപ്പെട്ടിരുന്നത് നിന്റെ മാമൻ തന്നെ ആയിരുന്നില്ലേ? അതെ. പിന്നെ ഇപ്പൊ എന്താ പറ്റിയത്? അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. ഞാനും ആദ്യം തമ്മിലുള്ള വിവാഹത്തിന് ദുർഗാമ്മ വരെ സമ്മതം തന്നു കഴിഞ്ഞു. എന്നിട്ടും മാമൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു പോലുമില്ല. നീ ആദ്യം തമ്മിലുള്ള വിവാഹം ചിലപ്പോ നിന്റെ മാമൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ മോഹിപ്പിച്ചിട്ടിപ്പോ. നീ കരയാതിരിക്കേ. സാറിന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അമ്മയുടെ ഏട്ടൻ എന്ന നിലയിൽ മാത്രമല്ല ഞാൻ പ്രസാദ് മാമനെ കണ്ടിട്ടുള്ളത്. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരാള്. മാമന് ഞാൻ മരുമോള് മാത്രമല്ല, സ്വന്തം മോള് തന്നെയാ. എന്നോട് എന്തും പറയും, തമാശ പറയും, അടികൂടും, ചിലപ്പോ ഫ്രണ്ട്സിനെ പോലെ പെരുമാറും. എന്തായാലും സാറിന്റെ മനസ്സില് കാര്യമായിട്ട് എന്തോ പ്രശ്നം തട്ടിയിട്ടുണ്ടാവും. എന്ത് പ്രശ്നമായാലും മാമനത് എന്നോട് തുറന്നു പറയാലോ. ഞങ്ങള് തമ്മിൽ അങ്ങനെയല്ലേ കഴിഞ്ഞത്? എന്നിട്ടിപ്പോ അന്യന്മാരെ പോലെ. വിഷമിക്കാതെ. മാമൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിൽക്കില്ല. എന്നുവെച്ചാ? ഞാനും ആദ്യം വിവാഹം കഴിക്കുന്നത് പ്രസാദ് മാമൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആ വിവാഹത്തിനില്ലെന്ന്. നീ എന്തൊക്കെയാടി പറയുന്നേ? പ്രസാദ് സാർ മൈൻഡ് ചെയ്തില്ലെന്ന് കരുതി ആദ്യം നിനക്ക് മറക്കാൻ പറ്റുമോ? മാമൻ എന്നെ മറക്കാനും ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാനും കഴിയുമെങ്കിൽ ഞാൻ ആദ്യം മറക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? എടി, ആദ്യക്കത് വിഷമാവും. അപ്പൊ എന്റെ വിഷമോ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആദ്യം നിന്നെ വിവാഹം കഴിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അങ്ങനെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ആദ്യം എന്നെ വിവാഹം കഴിക്കണ്ട. അച്ഛനും അമ്മയും മാമനും ദുർഗാമ്മയും അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്തായാലും നീ കുറച്ചു ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്. മാമന്റെ മനസ്സ് മാറുമായിരിക്കും. സർ, നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഫോൺ ചെയ്ത പ്രസ ഇപ്പൊ അറ്റൻഡ് ചെയ്യാറില്ല. തുളസി മോളും പ്രിയയൊക്കെ ആ കാര്യം ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്താണ് പ്രസയുടെ പ്രശ്നം?
ഇങ്ങനെ ഒന്നും സംസാരിക്കാതിരുന്നാൽ ബാക്കിയുള്ളവർ എങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നത്? എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് എല്ലാവരോടും വിളിച്ചു പോയി നടക്കാനൊന്നും പറ്റില്ല. ഡ്യൂട്ടിയിലെ ടെൻഷനാണോ? പലതുണ്ടാവും പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ തുളസി മോളോടും പ്രിയയോടും പ്രസയ്ക്കിപ്പോ ഒരകൽച്ച പോലെയാണ്. അത് ചിലപ്പോ അവരുടെ തോന്നലാവും. അല്ല, പ്രസയുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നോ തോന്നലാവാം. എന്തെങ്കിലും നിസ്സാര കാര്യം മതിയല്ലോ അവർക്ക് രണ്ടുപേർക്കും. അവർക്ക് ഈ ഡ്യൂട്ടിയും അതിന്റെ ടെൻഷനും ഉത്തരവാദിത്വം ഒന്നും അറിയില്ല പ്രസ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. രണ്ടുപേർക്കും എന്നോടുള്ളതിനേക്കാൾ സ്നേഹം പ്രസയോടാണ്. അതുകൊണ്ടാണ് പ്രസയുടെ ഈ മൗനവ്രതം അവരെ സങ്കടത്തിലാക്കുന്നത്. ഞാൻ ഡ്യൂട്ടിയിലാണ്. കുടുംബവിശേഷങ്ങൾ പറയാനും പരാതി തീർക്കാനുള്ള ഇടം അല്ല ഇതെന്ന് അറിയാലോ. സോറി. പ്രസയെ ഇപ്പൊ ഒന്നിനും കിട്ടുന്നില്ല. ആദ്യം തുളസിയുമായുള്ള ജാതകപ്പൊരുത്തം നോക്കിയെന്നല്ലാതെ വിവാഹം എന്ന് എവിടെ വെച്ച് എപ്പോ എന്നൊക്കെ. ഫസ്റ്റ് ഡ്യൂട്ടി, കല്യാണം താലികെട്ടിലൊക്കെ പിന്നെ. സോറി സർ. ഞാൻ മറ്റൊന്നും പറയാനില്ലെങ്കിൽ ജയശീലിന് പോവാം. സർ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്റെ മനസ്സിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ പ്രസാദ് മാമൻ എന്താ പറ്റിയത്? എന്റെ ഭാഗത്തുനിന്നോ എന്റെ അച്ഛന്റെയോ അമ്മയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വീഴ്ച പറ്റിയോന്ന് ഒരുപാട് ഞാൻ ആലോചിച്ചു നോക്കി. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ മാമനോട് ചെയ്തിട്ടില്ല. എല്ലാം ശരിയാവും തുളസി. ശരിയാവുമായിരിക്കും. തുളസിമോൾ ആകെ ടെൻഷനില്ല. എന്താണ് പ്രസയ്ക്ക് പറ്റിയെന്നറിയാൻ ഞാൻ പോയി കണ്ടിരുന്നു. മോള് പറഞ്ഞത് ശരിയാ. പ്രസ ആകെ മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ജയേട്ടന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ ചോദിച്ചു. കനപ്പിച്ചൊരു നോട്ടം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞപ്പോഴൊന്നും ജയേട്ടൻ വിശ്വസിച്ചില്ലായിരുന്നല്ലോ. അന്ന് തുളസിയുടെയും അതയുടെയും ജാതകം നോക്കിക്കഴിഞ്ഞതോടെ പ്രസാദേട്ടന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യാത്ര പറയാൻ വേണ്ടി ഞാൻ ഏട്ടന്റെ മുറി ചെന്നപ്പോഴും ഒരു പരിചയമില്ലാത്തവരോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറിയത്. നിന്നോടും തുളസി മോളോടുമാണ് പ്രസയ്ക്ക് ദേഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ആദ്യം ഡ്യൂട്ടി എന്ന് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്യുകയുണ്ടായത്. പ്രസാദേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. ആരെ ഏട്ടൻ പേടിക്കുന്നതെന്ന് അറിയണം. പ്രസയുടെ മനസ്സിലിപ്പോ നീയോ ഞാനോ നമ്മുടെ തുളസിമോളോ ഒന്നുമില്ല. വൈകിട്ട് എനിക്കിന്ന് കുടുംബക്ഷേത്രത്തിൽ പോണം. അവിടെ ചെന്ന് കുറച്ചു സമയം പരദേവതയ്ക്ക് മുന്നിൽ ഭജന ഇരുന്ന് മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. നല്ല കാര്യം. ദൈവത്തോടല്ലാതെ പ്രസയുടെ കാര്യം നമുക്ക് മറ്റാരോടെങ്കിലും ചോദിക്കാനോ പറയാനോ ഇല്ല. കുടുംബദേവത എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല അല്ലേ?
അമ്മേ, അച്ഛൻ എവിടെ പോയതാ? പുറത്തു പോയിരിക്കുക. അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. എന്നെയും തുളസിയും മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ഈ ഒളിച്ചോട്ടം നടത്തുന്നത് ആരെ പേടിച്ചിട്ടാ? നിനക്ക് തന്നെ അച്ഛനോട് പോയി ചോദിക്കായിരുന്നില്ലേ? അന്ന് ആ ജ്യോതിഷി അച്ഛനോടും അമ്മയോടും എന്താ രഹസ്യമായിട്ട് പറഞ്ഞത്? ഈ വീട്ടിൽ മറ്റാരും അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യം അദ്ദേഹം അച്ഛനോടും അമ്മയോടും പറഞ്ഞത്? എടാ, അത് രഹസ്യമൊന്നും ആയിരുന്നില്ല. അതിനുശേഷമല്ല അച്ഛന്റെ ഈ മുഖം വെറുപ്പിക്കല്. നിങ്ങളുടെ വിവാഹക്കാരൻ തന്നെയായിരുന്നു തിരുമേനി സംസാരിച്ചത്. അത് എത്രയും വേഗം നടത്തണമെന്നും. പിന്നെ എന്തിനാ അച്ഛൻ ഞങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വേഷം കിട്ടുന്നേ? ഞാനും അത് ഒരുപാട് ആലോചിച്ചു. ഇത്രയും കാലം ഞാനായിരുന്നല്ലോ നിങ്ങളുടെ മുമ്പിലെ വിലങ്ങുതടി. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തത് ചിലപ്പോ അച്ഛന് ഇഷ്ടമായി കാണില്ല. അത് അച്ഛന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ അമ്മേ? ആയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനൊരു ചോദ്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നല്ലോ. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ അച്ഛനെ ചിലപ്പോ നീയും തുളസിയും തമ്മിലുള്ള വിവാഹം ഇഷ്ടമായിരുന്നിരിക്കില്ല. ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എതിർത്തോണ്ടിരുന്നപ്പോ അച്ഛൻ കരുതി കാണും ആ കാരണം കൊണ്ട് വിവാഹം മുടങ്ങുമെന്ന്. ഇപ്പൊ എല്ലാം മറന്ന് ഞാൻ നിന്റെ സന്തോഷത്തിനൊപ്പം നിന്നപ്പോ അച്ഛന് എതിർക്കാതെ വയ്യാന്നുള്ള സ്ഥിതിയിലായി. അങ്ങനെ വരില്ല അമ്മേ. ഞാനും തുളസിയും വിവാഹം ചെയ്ത് കാണാൻ ഞങ്ങളെക്കാൾ ആഗ്രഹം അച്ഛനായിരുന്നു. അത് ചിലപ്പോ നിങ്ങളുടെ തോന്നലായിരുന്നെങ്കിലും ഒരിക്കലുമല്ല. പിന്നെ നീ പറഞ്ഞതുപോലെ എല്ലാ അച്ഛന്റെ അഭിനയമാണോന്ന് ആർക്കറിയാം? അമ്മേ, അഭിനയത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇതൊന്നും അല്ല. അച്ഛന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എങ്കിൽ തെറ്റിദ്ധാരണയാവാം. തെറ്റിദ്ധാരണയോ? ആരെ? നിന്റെ ആന്റി തന്നെ എന്തെങ്കിലും പറഞ്ഞു കാണും. ആര്? പ്രിയ ആന്റിയോ? അവള് പറയുന്നതിനപ്പുറം നിന്റെ അച്ഛനൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? അമ്മേ, പ്രിയ ആന്റിയോടും അച്ഛൻ ഇപ്പം മിണ്ടാറില്ല. എനിക്കറിയില്ല ആദി നിന്റെ അച്ഛൻ എന്താ പറ്റിയതെന്ന്. ഇനി എന്ന് മുതലാ എന്റെ മുമ്പിൽ മുഖം വീർപ്പിക്കാന്ന് ആർക്കറിയാം? പരദേവതകളെ, എന്റെ എല്ലാ പ്രാർത്ഥനകളും നീ കേട്ടു. അർഹിക്കുന്നതിനും അപ്പുറം സന്തോഷം തന്നു. പക്ഷെ ഇപ്പോഴെന്തിന് ഞങ്ങളോട് ഈ പരീക്ഷണം? പ്രസാദേട്ടനോട് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എന്തിന് എന്നോടും മോളോടും ഏട്ടും മുഖം തിരിച്ചു നടക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സന്തോഷം തിരികെ തരണേ ദേവി. ഈ വിഷമവൃത്തത്തിൽ നിന്നും കരകയറാൻ ഒരു വഴി കാണിച്ചു തരണം. പ്രിയയുടെ ജീവൻ ബലി കൊടുത്തിട്ട് എന്റെ ആദിമോനും തുളസി മോൾക്കും ഒരു ജീവിതം വേണ്ട. അവരുടെ സന്തോഷത്തെക്കാൾ എനിക്ക് വലുത് എന്റെ അനിയത്തിയുടെ ജീവനാണ്. എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. അതിന് എനിക്ക് വഴിയൊരുക്കി തരണം ദേവി. എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം? ആദിമോനും തുളസിമോളും പ്രിയയും എല്ലാവരും എന്നെ വെറുത്തോട്ടെ. പക്ഷെ എന്റെ പ്രിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് അവളെ ജീവനോടെ വേണം.
വരും